എപ്പോഴും ഒരേപോലത്തെ ചിക്കൻ കറി കഴിച്ചിട്ട് മടുത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചിക്കൻ കറി എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബേ ലീവ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയ 2 സവാള അതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഞാൻ വലിയ 2 സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സവാള ചെറുതാണെങ്കിൽ ഒരു 3 4 എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പേസ്റ്റ് അല്ലാതെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ സവാള ഇടുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കട്ടത്തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ ആ മസാലയൊക്കെ ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ സവാള നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സവാളയുടെ ഈ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീയൊക്കെ വളരെ കുറച്ച് വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും വേണ്ട. അങ്ങനെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കസൂരി മേത്തി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ഈസി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സീ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.